യേശുവിനെ കുറിച്ച് കുറച്ചു പേർ അവൻ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു, എന്നാൽ കുറച്ചു പേർ പറഞ്ഞു അവൻ വഴിപിഴപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞു. എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. കാരണം പറയില്ല. ഈ ഭൂമിയിലുള്ള എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് മാത്രം ഇങ്ങനെ പറയണം, എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണം. വെറുതെയാ, മിഥ്യാധാരണയാണ്. ഇത്രയും ചിന്തിച്ചാൽ മതി. നന്മ ചെയ്യുക, നീതി ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവർ എന്തു വേണമെങ്കിലും നമ്മളെ കുറിച്ച് പറഞ്ഞോട്ടെ. ഈ നന്മയും നീതിയും ചെയ്യുന്ന വ്യക്തിക്ക് എന്തായാലും കുറ്റപ്പെടുത്തലുകൾ ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എത്രയേ ഉള്ളൂ. ദൈവസന്നിധിയിൽ ചിന്തിക്കുക, ദൈവമേ ഞാൻ ചെയ്യുന്നത് നീതിപൂർവമാണോ? ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നിനക്ക് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാം, ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാം. അതുകൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തി എല്ലാവരെയും സുഖിപ്പിച്ച് എനിക്ക് ആരും ശത്രുക്കളില്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ കുറേ സ്ഥലത്ത് പൗലോസ് പറഞ്ഞതുപോലെ നട്ടെല്ല് വളച്ചിങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണ്. കുറേ സ്ഥലത്ത് അവിടെ കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല, ചിലത് കണ്ടില്ല എന്നടിക്കുന്നു, ഇങ്ങനെ നട്ടെല്ല് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഓർക്കുക, യേശുവിനെ കുറിച്ച് പോലും അങ്ങനെ ഒരു വാക്കുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ നീതിയാണ് പ്രവർത്തിക്കുന്നത്, സത്യസന്ധതയോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് മാത്രം ചിന്തിക്കുക. മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ ശത്രുക്കളായി കരുതും. കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാകും. നീ സത്യം ഒരിക്കലും മറഞ്ഞിരിക്കില്ല എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിനെ സന്നിധിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വേദനയിലൂടെ കടന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് ധൈര്യത്തോടു കൂടി ആരുടെ മുമ്പിലും മുഖം വളയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും.